തീർച്ചയായിട്ടും സിനിമ എന്ന് പറയുമ്പോൾ പണ്ട് തന്നെ എല്ലാവരുടെയും മനസ്സിലൊരിതുണ്ട്, അവിടെ പോയാൽ മൊത്തത്തിൽ പ്രശ്നമാണ്, എല്ലാവരും ഇങ്ങനെ ഒരു മോശം ഇതിൽ കൂടി പോകുന്നൊക്കെ പണ്ട് വളരെ പണ്ട് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഞാനിപ്പോൾ കുറേ നാളായിട്ട് അഭിനയിക്കുന്നില്ല. ഞാൻ ചോദിച്ചിട്ടുണ്ട് തെസ്നിയൊക്കെ ഈ അടുത്ത കാലത്ത് നല്ല സജീവമാണ്. ഞാൻ ചോദിക്കേണ്ടി തെസ്നി ഈ പറയുന്ന പോലെ എന്തെങ്കിലും പണ്ടത്തെ പോലെ പറഞ്ഞു, ഒരു പ്രശ്നവുമില്ലടി, നമുക്കൊക്കെ എന്തൊരു റെസ്പെക്റ്റാണ് ഇപ്പോൾ. തെസ്നിയൊക്കെ കുറേ വർഷം കഴിഞ്ഞില്ലേ, നമ്മളെയൊക്കെ ഒരു തരത്തിൽ ഒരു ബുദ്ധിമുട്ടുമില്ല, നമ്മൾക്കൊക്കെ ഏറ്റവും റെസ്പെക്റ്റ് തന്നിട്ടാണ് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ കാര്യം പറയാം. അന്നത്തെ എനിക്കുണ്ടായിരുന്ന സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ഒരു നല്ലൊരു ക്യാരക്ടറിനേക്ക് ആദ്യമായിട്ട് സജസ്റ്റ് ചെയ്തു. ഞാൻ അവിടെ ചെന്നു, ഞാനും അമ്മയും താമസിച്ചു. പിറ്റേ ദിവസം എന്നോട് എൻ്റെ തലേ ദിവസം എനിക്കൊരു കോള് വന്നു, ടവല് ഉടുക്കണം എന്ന് പറഞ്ഞു. ടവൽ ഇങ്ങനെ ടാക്കി ടവൽ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല സാർ, എനിക്കത് ഉടുക്കാൻ എനിക്ക് താല്പര്യമില്ല, അങ്ങനെ എടുത്ത് ഞാൻ അഭിനയിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ ടോക്കും കാര്യങ്ങളൊക്കെ രാത്രി നടന്നിട്ടുണ്ടായിരുന്നു തലേ ദിവസം. അപ്പോൾ തന്നെ എനിക്ക് പേടിയായി, കാരണം നമ്മളൊക്കെ വന്നിട്ടുള്ളൂ. അപ്പോൾ തന്നെ എനിക്ക് പേടിയായി, ഡയറക്ടറോടൊക്കെ ഇങ്ങനെ സംസാരിച്ചാൽ എന്താ. പക്ഷെ എന്തായാലും ഭാഗ്യം പിറ്റേ ദിവസം എന്നെ വിളിച്ചു. ഞങ്ങൾ രണ്ടുപേരും ലൊക്കേഷനിൽ ചെന്നു, എന്നെ മേക്കപ്പ് ഇട്ട് അവിടുത്തെ കോസ്റ്റ്യൂം ഇട്ട് അവിടെ ചെന്നപ്പോഴേക്കും ഒരുപാട് ആർട്ടിസ്റ്റുകൾ, നമ്മുടെ ഇപ്പോഴത്തെ വലിയ ഡയറക്ടറുടെ സിനിമയാണ്. എന്നെ ഭയങ്കരമായിട്ട് എന്നോട് ഞാൻ എന്തോ ഡയലോഗ് പറഞ്ഞു നോക്കിയപ്പോൾ എന്നോട് പറഞ്ഞു, മോശമാണ്, കാണാൻ കൊള്ളൂല, എന്നെ അഭിനയിക്കാൻ വന്നേക്കണതൊക്കെ എന്തെന്നാണെന്നൊക്കെ പറഞ്ഞ് എന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. ഞാൻ താഴെ വന്നു, ഞാനും അമ്മയും കരഞ്ഞു നിന്നപ്പോഴേക്കും പീറ്റർ ഞാറക്കൽ എന്ന് പറയുന്ന ഒരു കൺട്രോളർ, അദ്ദേഹം മരിച്ചു എന്ന് തോന്നുന്നു, ഇപ്പം ഒരു 2000 രൂപ എടുത്ത് തന്നിട്ട് തോന്നുന്നു, കരയണ്ട, ഇപ്പോൾ കൊണ്ടാക്കാം റെയിൽവേ സ്റ്റേഷനിൽ, ഒന്നുമില്ല ജീവിതത്തിൽ നീ വലിയ അന്തോണി പുണ്യാളൻ്റെ ആളല്ലേ, പുണ്യാളനോടൊക്കെ പ്രാർത്ഥിച്ചു, അതൊന്നും ഒരുപോലെ നല്ല ആർട്ടിസ്റ്റായിട്ട് വരും, നിനക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും, നീ പോക്കും, ഇതൊന്നും ജീവിതത്തിൽ ഇതൊക്കെ തുടക്കമല്ലേ, ഇനി എന്തോരം ജീവിതം കിടക്കണം, കരയൊന്നും വേണ്ട. പക്ഷേ എനിക്ക് നാണക്കേടതറിയോ, ഞാൻ ഭയങ്കര വീട്ടിലും എല്ലാവരോടൊക്കെ ഞാൻ ഭയങ്കര ഒരു ഹീറോയിനൊക്കെയാണ്, സെക്കൻഡ് ഹീറോയിൻ പോലത്തെ ഒരു ക്യാരക്ടറാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതിലാണ് വന്നേക്കണേ. പ്രതികരിച്ചത് കൊണ്ട് മാത്രം വന്ന അവസരം കിട്ടിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കുമല്ലോ അവർ പറയുന്ന രീതിയിൽ ഞാൻ ആ ടവലൊക്കെ കൊടുത്തൊക്കെ ചിലപ്പോൾ അങ്ങോട്ട് ചെന്നിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് ആ ക്യാരക്ടർ കിട്ടിപ്പോയേനായിരുന്നു. ഈ ഒരു അനുഭവവും പിന്നെ ഒരു പടത്തിൽ നിന്ന് ഞാൻ വെറുതെ 2-3 ദിവസം അവിടെ താമസിച്ചു. 3 ദിവസം അത് വലിയൊരു ബിഗ് ബഡ്ജറ്റാണ്. പക്ഷേ എന്തിനാണ് എന്നെ പറഞ്ഞു വിട്ടത്, 3-ാമത്തെ ദിവസമായപ്പോൾ എന്നെ വിളിക്കുന്നില്ല, അവിടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിളിച്ച് കൺട്രോൾ ചോദിച്ചത്, എൻ്റെ ആയില്ലേ, അല്ല ബീന, അതെ ബീനയുടെ ആയിട്ടില്ല, ഒരു കാര്യം ചെയ്തൊന്ന് നിങ്ങൾ പൊക്കോ ഇപ്പോൾ, എന്നിട്ട് വിളിക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല എനിക്ക് പിറ്റേ ദിവസം ഷൂട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ, എന്നെ വിളിച്ചല്ലോ, അവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും കോസ്റ്റ്യൂമും ഒക്കെ പറഞ്ഞല്ലോ, ഇല്ല വേറെ എന്തോ ആയിട്ടില്ല, സ്ക്രിപ്റ്റിൽ എന്തോ ചേഞ്ച് എന്തോ വന്നൊന്ന് പറഞ്ഞ് എന്നെ അതിൽ നിന്നും പറഞ്ഞു വിട്ടു. ആ 2 അനുഭവങ്ങൾ മാത്രമാണ് എനിക്ക് ഇങ്ങനെ പറഞ്ഞു വിട്ടിരിക്കുന്നത്.